നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താട്ടോ നമ്മുടെ കൃഷി എന്താ പറയുക, നിലമ്പൂർ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. ഇവിടെ റെയിൽവേ ട്രെയിൻ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ എടുക്കണം വിചാരിച്ചാൽ. ഇത് റെയിൽവേ സ്റ്റേഷനാണ്, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡ് ഇവിടെ ക്ലോസ് ആയി കിടക്കുകയാണ്. ഇത് നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ റെയിൽവേൻ്റെ ഇതുണ്ടല്ലേ, അണ്ടർ പാസേജാണ് ഈ നടക്കുന്നത്. നിലമ്പൂർ റെയിൽവേ ട്രെയിനിൽ പോകുന്നുണ്ട്. വൈകുന്നേരം 3 മണിക്കുള്ള ട്രെയിനാണ് പോണത്. ഈ പാസേജ് വന്നു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് നമ്മുടെ 7 ട്രെയിൻ ഈ ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള റോഡാണ് ഈ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി ഏകദേശം പണി നടക്കുന്നു. ഈ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് കൂടെ അടിപൊളിയായിട്ട് വാഹനം പോകാൻ പറ്റും. ഇതായിരുന്നു ആദ്യത്തെ റോഡ് കേട്ടോ. ഇത്രയും ഹൈറ്റിലായിരുന്നു റോഡ്. ഇവിടെ ഞാൻ കാണിച്ചു തരുന്ന പറഞ്ഞല്ല, ഇവിടെയാണ് നമ്മുടെ ഒരു അടിപൊളി ഒരു വീട് പോലെ, അതായത് പണ്ട് കാലത്തുള്ള ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതിൻ്റെ പഴക്കം എത്രയൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തായാലും കാണാൻ അടിപൊളിയാണ്. അതായത് ഒരു പഴയ ഒരു വീട് പോലെ. ഇതിൻ്റെ ഫ്രണ്ടിലിവിടെ മലബാർ കേര നിലമ്പൂർ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് സൊസൈറ്റി, നിലമ്പൂർ പോസ്റ്റ് ഓഫീസ്. അതായത് ഇവിടെ ഇതൊരു നമ്മൾ അഗ്രികൾച്ചറിൻ്റെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. സംഭവം എന്തായാലും ഒരു രക്ഷയില്ല, കാണാൻ ഭയങ്കര ലുക്കാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ കാണും. ഇപ്പോൾ ഇന്ന് നമ്മളിന്നിങ്ങനെ കണ്ടപ്പോൾ അവരോട്, ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. നല്ല രസമല്ലേ, മച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സെറ്റപ്പായിട്ടുള്ള പരിപാടി തന്നെയാണ്. എന്തായാലും സംഭവം ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. ഇതിൽ പതിച്ചിരിക്കുന്ന കല്ലൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇതേ പണ്ട് ഇപ്പോൾ ഇവരിവിടെ ഒന്ന് പറഞ്ഞു തന്നത്, പണ്ട് നമ്മളെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. അവർക്കുള്ള റെസ്റ്റ് ഹൗസ് ആയിരുന്നു അത്രേ. അതായത് വെയിലടിക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോ അറിയില്ല. ബ്രിട്ടീഷുകാർ അവർക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, ഈ റെയിൽവേ സ്റ്റേഷൻ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ നിലമ്പൂരിൽ തേക്ക് ഉള്ളത് കൊണ്ടാട്ടോ. നിലമ്പൂർ തേക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി പണ്ട് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലേക്ക് റെയിൽവേ വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരുന്നൊരു വീടായിരുന്നു ഇത്, റെസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഴയ ആ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ ഈ കല്ലൊന്നും, ഈ കട്ടൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. അതായത് നമ്മുടെ നിലത്ത് വിരിച്ചിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇതുവരെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതിനൊരു, എനിക്ക് തോന്നുന്നു, ഒരു ചുമന്ന പെയിൻ്റ് അടിച്ചു എന്ന് മാത്രം. ലിയോ അങ്ങോട്ട് വന്നേ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അതൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷേ മുകളിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഷീറ്റും അതൊക്കെ ഒന്ന് ചെറുതായി. പക്ഷേ ഈ താഴത്തുള്ള ഇതൊക്കെ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേപടി തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്, പഴയ രീതിയിൽ തന്നെ. ശരിക്കും ഇവിടെ നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. കാരണം ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല വൈബായിട്ട് തന്നെ ഇരിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അല്ലേ, കാണാൻ നല്ല രസമല്ലേ. ഒരു ചെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. അതായത് ആ ഒരു വൈബിൽ തന്നെയാണ് അവർ നിലനിർത്തിയിട്ടുള്ളത്. ഫ്രണ്ടിക്ക് ശരിക്കും ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഈ കാണുന്ന ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ വന്നത്. അന്ന് ശരിക്കും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിൽ കൂടെ ട്രെയിന് പോകണ ആ ഒരു ഫീൽ ഇവിടെ കിട്ടിയിരുന്നു. പിന്നെ നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉയരത്തിലുള്ള ഒരു ഹാളാണ്. ഭയങ്കരമായിട്ട് വലിയൊരു ഹാളാണ്. ഇതിപ്പോൾ ഒരു ഓഫീസ് റൂമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. ശരിക്കും മുകളിൽ കണ്ടില്ലേ ഒരു മച്ചനുണ്ട്, മരത്തിൻ്റെ മച്ചൻ ഇവിടെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഒക്കെ വൈറ്റ് കളറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്.
മേലെ ഒരു മൊത്തത്തിലൊരു എയർ പാസേജിന് വേണ്ടിയിട്ട്, നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എയർ പാസേജിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഓരോ ചെറിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിൽ എനിക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ ഇത് കുറേ കൊടുക്കായിരുന്നു. കാരണം നമുക്കൊരു എയർ പാസേജിങ് നല്ലോണം കിട്ടുന്നൊരു ഏരിയ പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു ബെഡ്റൂമാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തേക്കും ഇതൊക്കെ അടച്ചിട്ടുണ്ട്, അതായത് മൊത്തം അവർ കുട്ടി അടച്ച പോലെ അടച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു രഹസ്യ റൂം പോലെ, അതായത് ഒരു ലോക്കറിനെയാണ്, രഹസ്യ റൂമല്ല, ലോക്കർ തന്നെയാണ് ഇത്. ഇന്നത്തെ ലോക്കറല്ല, പണ്ട് കാലത്തുള്ള ഒരു ലോക്കർ തന്നെയാണ്. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല തോന്നുന്നുണ്ട്, കാരണം അതിൻ്റെ പൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ ഒരു പൂട്ട് തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ അത് പണ്ട് കാലത്തുള്ള ആ ലോക്കർ തന്നെ ആയിരിക്കും അത്. അന്ന് ഉപയോഗിച്ചിരുന്ന നമ്മുടെ റെയിൽവേയുടെ ഫണ്ടും കാര്യങ്ങളും, നമ്മുടെ തേക്കിൻ്റെയൊക്കെ ഫണ്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ വെച്ചിരുന്ന ഒരു ഏരിയ ആയിരിക്കും. ഉള്ളിലൊരു ഷെൽഫ്, അലമാര. അത് കഴിഞ്ഞ് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്. റൂം തുറന്നിട്ടില്ല, അടച്ച് കിടക്കുകയാണ്. അത് കാണാൻ കഴിയില്ല, കുറേ ബ്രിട്ടീഷുകാരെ കസേരയും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊരു റൂമുണ്ട് എന്ന് പറഞ്ഞല്ലേ, അത് കാണാൻ കഴിയില്ല, തുറക്കാൻ കഴിയില്ല. തുറന്നിട്ടുണ്ട്. അയ്യോ, ഇതൊരു അലമാര കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലാണ്. അതിൽ ഉള്ളിൽ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ആടിയ നേരത്തെ മാരിയാവും അല്ലേ സംഭവം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറാല പിടിച്ച് കിടക്കണം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തന്നെ ചാടിയെന്ന്. ഇതാണപ്പോൾ അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ബാക്കിൽ എന്താണെന്നുള്ള നമുക്കൊന്ന് പോയി നോക്കാം. ബാക്കിലത്തെ കാഴ്ച എന്താണ്? ഇവിടെ ഒരു ജനൽ കാണുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂമിൻ്റെ ആ ജനൽ. ഇതൊക്കെ ഫുള്ളൊരു മേശകളൊക്കെ കേട്ടോ, പഴയ ഓഫീസ് റൂം. അതൊക്കെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ പഴയതും പുതിയതും ഉണ്ട്, പണ്ടത്തെ ഉണ്ട്, ഇപ്പോഴത്തെ ഉണ്ട്. ഇതൊക്കെ മാറാല പിടിച്ച് ഇറക്കുകയാണ്, ആരും ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യും. ഇവിടെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അടുപ്പിൻ്റെ ആയിരുന്നു തോന്നുന്നുണ്ട്. അല്ല, ഓവായിരിക്കും അല്ലേ, പണ്ടത്തെ ഓവ്. ഇവിടെ ഒരു പഴയ, ഞാൻ ആയിക്കൂടെ ഇങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞില്ലേ, ഇതൊന്നും ഇല്ല ഇവിടെ. ശരിക്കും ഇവിടെ ഒരു പഴയ ഒരു സിറ്റ് ഔട്ട് പോലെ തന്നെ. ഇത് അടുക്കളയാണ് കേട്ടോ. ഇത് പണ്ടത്തെ അടുക്കളയാണ്, പഴയ സാധാരണ രീതിയിലൊരു അടുക്കള. അത് താഴെ തന്നെയാണ് അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ. ഇത് ശരിക്കൊരു ഇന്നത്തെ തലമുറയൊന്നും ഇങ്ങനത്തെ അടുപ്പ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ നിരത്തിരുന്ന് അടുപ്പ് പോലെ യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ. ഇത് ശരിക്കും നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. ചെറിയൊരു അടുപ്പായിരിക്കണം, നിലത്തിരിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഉദ്ദേശം. അതിൻ്റെ പ്ലാൻ ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. അങ്ങനെ തന്നെ പഴയ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങളെ എന്തായാലും കാണിച്ചു തരികയും ചെയ്യും. ഇതിൻ്റെ ഈ പുക അടിച്ചതിൻ്റെ ആ പട്ടിക്കും കഴുക്കലൊക്കെ അതന്നെ കാണുന്നുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ. ഇതാ വീടും അതും ഇതായിട്ട് ജോയിൻ്റ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, ഇത് വീടാണോ അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസ്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. അതേപോലെ നിങ്ങളുടെ വീടുണ്ടാക്കുന്ന പലർക്കും ഇങ്ങനത്തെ പഴയ വീടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇവിടെ കിണറുണ്ട് കേട്ടോ, ഒരു പൊട്ടക്കിണർ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ കിണർ ഇതിക്കൊക്കെ ചാടിയാൽ പിന്നെ നോക്കണ്ട, ഒഴിവാക്കിയാൽ മതി. കാരണം അതാകെ കാട് പിടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. ഫുള്ള് വെട്ടുകലിൻ്റെ പാറ കേട്ടോ, അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.